ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാനും ഏട്ടനും ഇപ്പോൾ ഉള്ളത് ചേച്ചിയുടെ ഫ്ലാറ്റിലാണ്. 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണിത്. തലേന്ന് നൈറ്റാണ് ഞാനും ഏട്ടനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പവും കേതും കാർട്ടൂണൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവാണ്. വീഡിയോ എടുക്കണ്ട, അതാണ് അവൻ വേണ്ട വേണ്ട കൊണ്ട് ഉദ്ദേശിച്ചത്. രാവിലെ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു, ഇനി ബിരിയാണി വെക്കാൻ വേണ്ടി പോകുവാണ്. ചേച്ചിയാണ് ഇതൊക്കെ ചെയ്തത്, ഞാൻ വീഡിയോ എടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ചേട്ടനാണ് കട്ട് ചെയ്തത്. കുനുകുനാന്ന് കട്ട് ചെയ്ത് അതും കഴിച്ചു. അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി റൂമിൽ കയറി. തലേ ദിവസം എന്റെ കഴുത്ത് നുളുക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ചേച്ചി എനിക്ക് വിക്സ് ഒക്കെ ഇട്ട് തന്നിരിക്കുവാണ്. അതാണ് ഞാൻ മാലയൊന്നും ഇടാതിരിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും കേതു ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുവാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നതിന്റെ സന്തോഷമാണിത്. ഉച്ചയ്ക്ക് നല്ല മഴയുള്ള സമയത്ത് ചേച്ചിയുടെ സ്പെഷ്യലി ചൂടുള്ള ദം ബിരിയാണി ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം തന്നെ അപ്പൂന് ആനിവേഴ്സറി ആണ് ഇന്ന്. ഈവനിങ് 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പു പ്രോഗ്രാമിനുള്ളത് കൊണ്ട് അപ്പൂന് 2 മണിക്ക് അവിടെ എത്തണമായിരുന്നു. ചേട്ടൻ അവനെ കൊണ്ടുവിടാൻ വേണ്ടി പോകുവാണ്. ഹലോ ഹലോ ഗായ്സ്. ഹലോ കേതു. കുറച്ച് ടൈം കേതുവിന്റെ കൂടെ ഇരുന്നു. പിന്നെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി. എന്റെ നെയിം മീറ്റിംഗ് ചലഞ്ച് കാണുന്നവർക്ക് അറിയായിരിക്കും, എനിക്ക് വേഫേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കുറെ നേരം ഇരുന്നു. ചേട്ടൻ ഈവനിങ് പോകുമ്പോ ഇടാനുള്ള ഷർട്ടൊക്കെ അയൺ ചെയ്യുവാണ്. കഴുത്തുളുക്കിയത് എനിക്ക് വീണ്ടും വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ടൈം കിടന്ന് ഉറങ്ങി. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് റെഡിയായി. ചായയൊക്കെ കുടിച്ച് എല്ലാവരും പോകാൻ റെഡിയായി ഇരിക്കുവാണ്. നമ്മളിപ്പോ അവിടെ ചെന്നാലും നമുക്ക് അപ്പുനെ കാണാൻ കഴിയില്ല. അപ്പുന്റെ പ്രോഗ്രാം കഴിഞ്ഞാലേ നമുക്ക് അപ്പുനെ കാണാൻ കഴിയുള്ളൂ. ആനിവേഴ്സറി നടക്കുന്ന ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. നമ്മളെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഒരു ഗ്രൂപ്പ് സോങ്ങിനും ഒരു ഗ്രൂപ്പ് ഡാൻസിനുമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വരും മുന്നേ ഗ്രൂപ്പ് സോങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുന്റെ ചേച്ചി ജെനിയയും 2 ഡാൻസിനുണ്ടായിരുന്നേ. ഇതിൽ സെക്കൻഡ് വൺ നിൽക്കുന്നതാണ് ജെനിയ. ജെനിയയുടെ സെക്കൻഡ് ഡാൻസ് ഇതായിരുന്നേ. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ അപ്പൂന്റെ ഡാൻസ് ആണിത്. ഇത് വീഡിയോ എടുത്തോണ്ടാണ് ഞാൻ ഇരുന്നതെങ്കിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവസാനം വരെയും നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. എല്ലാം കഴിഞ്ഞിട്ടും അപ്പവും കേതും അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. ഇനി സമ്മർ വെക്കേഷൻ അല്ലേ, അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ ഒരു വിധത്തിൽ ചേച്ചിയും ചേട്ടനും 2 പേരെ എടുത്തുകൊണ്ട് വന്നു. എല്ലാം കഴിഞ്ഞപ്പോ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ബാഗ് എടുത്ത് നമ്മൾ ഇറങ്ങി. ബൈ ബൈ പോണേ. ഓ ചേച്ചി, നമ്മളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്.